കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തലസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി അദ്ദേഹം എത്തിയപ്പോൾ ആവേശകരമായ ഒരു സ്വീകരണം തന്നെയാണ് പ്രവർത്തകർ നൽകിയത്. ഇന്ന് തലസ്ഥാനത്തല്ല അദ്ദേഹത്തിന്റെ പരിപാടികൾ, തമിഴ്നാട്ടിലേക്കാണ് പോകുവാൻ പോകുന്നത്. പ്രചാരണ പരിപാടികൾ പങ്കെടുക്കുന്നതിന് കന്യാകുമാരി ജില്ലയിൽ റോഡ് ഷോ വരെ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിക്കും എന്നാണ് കിട്ടുന്ന സൂചനകളൊക്കെ തന്നെ. പക്ഷേ അതിൻ്റെ സമയമൊന്നും തന്നെ കൃത്യമായിട്ട് പുറത്തു വന്നിട്ടില്ല. നമ്മൾ പ്രേക്ഷകരോട് ഇത് സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് ചന്തുവിന് പറയാനുള്ളത്? രജനി, ഗുഡ് മോർണിംഗ്. രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് തമിഴ്നാട്ടിലെ 2 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ അമിത്ഷാ തിരുവനന്തപുരത്തെത്തിയത്. തിരുവനന്തപുരത്ത് തമ്പാനൂരിലുള്ള ഒരു സ്വകാര്യ ഹോട്ടലിലാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം രാത്രി വിശ്രമിച്ചത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി വീണ്ടും തമിഴ്നാട്ടിലേക്ക് പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 10 മണിയോടനുബന്ധിച്ച് കന്യാകുമാരിയിൽ NDA സ്ഥാനാർത്ഥി പൊൻ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. അവിടെ വലിയ റോഡ് ഷോയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തെത്തിയപ്പോഴും വലിയ സ്വീകരണവും ആവേശവും ഒക്കെ തന്നെയാണ് തലസ്ഥാനവാസികൾ അദ്ദേഹത്തിന് നൽകുന്നത്. പ്രധാനമായും അടുത്ത ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് എത്തുന്നുണ്ട്. അതിന് തൊട്ടു മുൻപ് ഔദ്യോഗിക പരിപാടികളോ മറ്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളോ തലസ്ഥാനത്ത് അമിത്ഷായ്ക്കില്ലെങ്കിലും വലിയ ആവേശപൂർവ്വം തന്നെയാണ് അമിത്ഷായെ തലസ്ഥാന നഗരം വരവേൽക്കുന്നത്. മാത്രമല്ല അമിത്ഷായുടെ സാന്നിധ്യം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ NDAക്ക് ഗുണം ചെയ്യും എന്ന തരത്തിലുള്ള ആവേശകരമായ സൂചനകളാണ് NDA ക്യാമ്പുകളിൽ നിന്നൊക്കെ വരുന്നത്. അദ്ദേഹം വരും ദിവസങ്ങളിൽ തലസ്ഥാനത്തേക്ക് തിരുവനന്തപുരത്തേക്ക് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാൻ എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. കാരണം നേരത്തെ നെയ്യാറ്റിൻകരയിൽ ഒരു റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ അത് ചില കാരണങ്ങളാൽ മാറ്റിവെക്കുകയായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള റോഡ് ഷോ വീണ്ടും തീയതി പുനർനിശ്ചയിച്ച് വീണ്ടും എത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്തായാലും 2 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയാണ് അദ്ദേഹം തമിഴ്നാട് എത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ NDA സ്ഥാനാർത്ഥികളുടെ വിവിധ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. കഴിഞ്ഞ ദിവസം മധുരയിൽ എത്തിയതിനു ശേഷമാണ് തിരുവനന്തപുരത്ത് എത്തിയത്. ഇനി ഇവിടെ നിന്നും വീണ്ടും തമിഴ്നാട്ടിലേക്ക് എത്തുകയും തിരിച്ച് തലസ്ഥാനത്ത് എത്തിയതിനു ശേഷം മടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രധാന പരിപാടികൾ തിരുവനന്തപുരത്ത് ആണെങ്കിൽ അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ അത് സംബന്ധിച്ച ഔദ്യോഗികമായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല പൈങ്കുനി ഉത്സവം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഭക്തരുടെ വലിയ തിരക്കുണ്ട്. പൈങ്കുനി ഉത്സവവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പൂജകളൊക്കെ നടക്കുന്നുണ്ട്. 8 മണിക്ക് ശേഷം കലശ പൂജയൊക്കെ പൈങ്കുനി ഉത്സവവുമായി ബന്ധപ്പെട്ട് ആരംഭിക്കും. അപ്പോൾ ഈ സമയക്രമമൊക്കെ നോക്കിയും സുരക്ഷാ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി SPG സംഘമൊക്കെ തീരുമാനിക്കുന്നതിനനുസരിച്ചായിരിക്കും അദ്ദേഹത്തിന്റെ പത്മനാഭസ്വാമി ക്ഷേത്ര സന്ദർശനം. പക്ഷേ അത് ഇതുവരെ അതിലൊരു കൃത്യമായ തീരുമാനം വന്നിട്ടില്ല. അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിക്കുന്നെങ്കിൽ അത് 10 മണിയോടുകൂടി തമിഴ്നാട്ടിലേക്ക് മടങ്ങുന്നതിന് തൊട്ട് മുൻപായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി മടങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അമിത്ഷായുടെ സന്ദർശനം മറ്റു പരിപാടികൾ ഇല്ലെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ തലസ്ഥാനത്തെ ഈ ഒരു സന്ദർശനം വലിയ ആവേശപൂർവ്വം തന്നെയാണ് NDA ക്യാമ്പും BJPയും തലസ്ഥാനവാസികളും ഒക്കെ നോക്കിക്കാണുന്നത്. തീർച്ചയായിട്ടും ചന്തു പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇന്ന് തലസ്ഥാനത്ത് പരിപാടികളൊന്നും ഇല്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഈ ഒരു സന്ദർശനം അത് പ്രവർത്തകർക്ക് ഒരു ഊർജ്ജം പകർന്നു തന്നെയാണ്. കാരണം ഇനി 13 ദിവസം മാത്രമാണ് ഈ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. ഏപ്രിൽ 26-നാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒപ്പം താരപ്രചാരകരെ കളത്തിലിറക്കിക്കൊണ്ട് പ്രചരണം ശക്തമാക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി 5 തവണയിൽ കൂടുതലായി കേരളത്തിൽ എത്തിയിട്ട് തിങ്കളാഴ്ച തലസ്ഥാനത്ത് എത്തുന്നുണ്ട്. കാട്ടാക്കട അദ്ദേഹത്തിന്റെ പ്രചാരണം നടക്കുന്നു. ആറ്റിങ്ങലിലെയും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെയും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് പ്രചാരണം നടത്തുന്നത്. ഇപ്പോൾ ഒരു കേരളം മാറ്റത്തിന്റെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. മോദിയുടെ ഗ്യാരണ്ടി കേരളവും ഏറ്റെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രചാരണ കാര്യത്തിൽ അടക്കം BJP പ്രവർത്തകർ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതും ഈ താരപ്രചാരണരെ അടക്കം കളത്തിലിറക്കിക്കൊണ്ട് പ്രചാരണം നടത്തുന്നതും. തീർച്ചയായിട്ടും രജനി, അങ്ങനെ തന്നെയാണ്. കാരണം നരേന്ദ്രമോദി സർക്കാരിന്റെ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങളിലൊക്കെ വികസന കാഴ്ചപ്പാടുകളിൽ ജനങ്ങൾ ആകർഷകരാണ്. അത് വലിയ രീതിയിൽ തന്നെ ആകർഷകരാണ്. മാത്രമല്ല നരേന്ദ്രമോദി സർക്കാർ ജനക്ഷേമപരമായ പരിപാടികൾ അത് എന്തൊക്കെ ചെയ്തു അതിൽ ജനങ്ങൾ സംതൃപ്തരാണ് എന്ന നിലയിൽ തന്നെയാണ് നേരത്തെ വികസിത സങ്കല്പ യാത്രയൊക്കെ നടത്തിയപ്പോൾ ജനങ്ങളിൽ നിന്നും ലഭിച്ച പ്രതികരണങ്ങൾ. അപ്പോൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ ചിത്രം മാറുമെന്ന ഒരു പ്രതീക്ഷ BJPയും NDA ക്യാമ്പും ഒക്കെ വച്ചു പുലർത്തുന്നുണ്ട്.
അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രചാരണം തന്നെയാണ് എല്ലാ മണ്ഡലങ്ങളിലും. സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം നോക്കിയാൽ എല്ലാ മണ്ഡലങ്ങളിലും അത്തരത്തിലുള്ള വലിയ പ്രചാരണം തന്നെയാണ് നടക്കുന്നത്. മറ്റ് ഇരു മുന്നണികളെയും അപേക്ഷിച്ച് വലിയ രീതിയിൽ ഈ പ്രചാരണത്തിൽ ബഹുദൂരം മുന്നോട്ട് പോകുന്നതിന് NDA ക്യാമ്പുകൾക്കും BJP പ്രവർത്തകർക്കുമൊക്കെ സാധിച്ചിട്ടുണ്ട്. പ്രധാനമായും സംസ്ഥാനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് ഇടത് വലത് മുന്നണികൾ അവസാന നിമിഷം കൈകോർക്കുകയും അവർ BJPക്കെതിരായ ഒരു വോട്ടിംഗ് പാറ്റേണിലേക്ക് പോകുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള വിമർശനങ്ങൾ, ആക്ഷേപങ്ങൾ, ആരോപണങ്ങളൊക്കെ നേരത്തെ തന്നെ ശക്തമായിരുന്നു. അപ്പോൾ അതിൽ നിന്നുമൊക്കെ ഒരുപാട് മുന്നോട്ട് പോവുകയും ജനങ്ങളുടേതായ രീതിയിൽ ഇത്തവണ അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുകയും അത് NDAക്ക് ഗുണകരമാകും എന്ന ഒരു പ്രതീക്ഷ സ്വാഭാവികമായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് വരുമ്പോൾ ആ വികസനത്തിനൊപ്പം അദ്ദേഹത്തിന്റെ വികസനത്തിൽ പങ്കാളികളാകാൻ സംസ്ഥാനത്തെ ജനതയും കൈകോർക്കുമെന്ന ഒരു സാഹചര്യം പൊതുവിലുണ്ട്. നരേന്ദ്രമോദി സർക്കാരിനെ പൂർണ്ണമായി തന്നെ അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടുകളിൽ ആകർഷകരെ, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഇവിടുത്തെ തീരദേശ മേഖലകളൊക്കെ വോട്ട് ബാങ്കുമായി ബന്ധപ്പെട്ട് ജനവിധിയുമായി ബന്ധപ്പെട്ടൊക്കെ നിർണായക സ്വാധീനമാകുന്ന ശക്തികളാണ്. ഇത്തവണ ഇടത് വലത് മുന്നണികളെ മാറ്റി നിർത്തുകയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ലത്തീൻ സഭയൊക്കെ. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പങ്കുവച്ചിരുന്നു. അപ്പോൾ തീരദേശ മേഖലകളിലടക്കം BJPക്ക് ഇതുവരെ അവരുടെ ഒരു വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള വോട്ട് ശതമാനത്തിലൊക്കെ പിന്നോട്ട് നിന്ന സ്ഥലങ്ങളിലൊക്കെ ഇത്തവണ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസമുണ്ട്. കാരണം അത്തരത്തിൽ താഴെത്തട്ട് മുതലുള്ള ഒരു പ്രവർത്തനം, അത് കൃത്യമായ പ്രവർത്തനം താഴെത്തട്ട് മുതൽ നടക്കുന്നുണ്ട്. പ്രവർത്തകരെല്ലാം തന്നെ ഈ മേഖലകളിലൊക്കെ സജീവമാണ്. നേരത്തെ പൊഴിയൂർ സന്ദർശിച്ച രാജീവ് ചന്ദ്രശേഖറിന് അവിടെ ലഭിച്ച വലിയ സ്വീകരണമൊക്കെ നമുക്ക് മുന്നിലുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും എല്ലാ വിഭാഗം ജനങ്ങളും നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടുകളിൽ ആകൃഷ്ടരാണ്. അദ്ദേഹത്തെ പിന്താങ്ങുന്ന സമീപനം ഇത്തവണ ഈ ഒരു തെരഞ്ഞെടുപ്പിലുണ്ട്. അത് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുക.